നമസ്കാരം. ശമ്പള ബഹിഷ്കരണവുമായി ബന്ധപ്പെട്ട് നഴ്സുമാർ നടത്തി വന്നിരുന്ന സമരം ഹൈക്കോടതി ഇടപെട്ട് താൽക്കാലികമായി നിർത്തിവെപ്പിച്ചിരുന്നു. പിന്നീട് 2 തവണ മാനേജ്മെൻറ്റുമായി ചർച്ച നടത്തി. പക്ഷേ ആ ചർച്ചയൊക്കെ പരാജയമായിരുന്നു. ഇന്നും ഹൈക്കോടതിയിൽ ഉച്ചതിരിഞ്ഞ് നഴ്സുമാരുടെ സംഘടനയായ UNA പ്രതിനിധികളും ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് പ്രതിനിധികളും അടക്കം ചർച്ച നടത്തിയിരുന്നു. പക്ഷേ ആ ചർച്ചയിൽ സമവായത്തിൽ എത്തിയില്ല. കാരണം അവർ പറയുന്നത് അവർക്ക് ഒരു കാരണവശാലും ശമ്പളം വർദ്ധിപ്പിക്കുവാൻ കഴിയില്ല എന്നാണ്. എന്തായാലും ഇക്കാര്യം നാളെ ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനു ശേഷം, അതായത് അഭിഭാഷകൻ വഴി ഹൈക്കോടതിയെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനു ശേഷം സമരം തുടരുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതോടുകൂടിയിട്ട് വലിയ രീതിയിൽ, ശക്തമായ രീതിയിൽ സമരത്തിന് ഇറങ്ങുമെന്നാണ് UNA ദേശീയ അധ്യക്ഷൻ ജാസ്മിൻ ഷാ മറുനാടിനോട് പറഞ്ഞത്. ഇന്ന് നടന്ന ചർച്ചയിൽ 25 സമരം നടക്കുന്ന അല്ലെങ്കിൽ സമര നോട്ടീസുള്ള സമരം നടന്നുകൊണ്ടിരിക്കുന്ന 25ഓളം ആശുപത്രിയിലെ മാനേജ്മെൻറ്റ് എത്തിയില്ല. പകരം മാനേജ്മെൻറ്റ് അസോസിയേഷനാണ് എത്തിയത്. അവർ പറഞ്ഞത് സർക്കാർ പുതിയ ഉത്തരവ് ഇറക്കട്ടെ, ഉത്തരവ് പ്രാബല്യത്തിൽ വരുന്ന മുറക്ക് അത് നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത്. തികച്ചും നിരുത്തരവാദമായ നിലപാടാണ് ആശുപത്രി മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഞങ്ങൾ വളരെ ശുഭപ്രതീക്ഷയിലാണ് കോടതിയുടെ നടപടികളെ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ തികച്ചും നിരാശാജനകമായിരുന്നു തീരുമാനങ്ങൾ എന്നുള്ള കാര്യം പറയാതിരിക്കാൻ വയ്യ. മാത്രമല്ല, പല ആശുപത്രികളും കോടതിയെ ലക്ഷ്യമായിട്ട്, കോടതി പറഞ്ഞ നടപടിക്ക് വിരുദ്ധമായിട്ട് നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പല ആശുപത്രികളും നഴ്സുമാർക്കെതിരെ വലിയ പ്രതികാര നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. UNA കോടതി ലക്ഷ്യ കേസ് നൽകിയിട്ടുണ്ട്. പക്ഷേ തുടർന്നും ഇതൊന്നും തങ്ങൾക്ക് ബാധകമല്ല എന്നുള്ള രീതിയിലാണ് ആശുപത്രി മാനേജ്മെൻറ്റ് പെരുമാറുന്നത്. ഈ വിവരങ്ങൾ നാളെ കോടതിയെ ബോധ്യപ്പെടുത്തുകയും ഞങ്ങൾക്ക് സമരമല്ലാതെ മറ്റു മാർഗ്ഗങ്ങളില്ല എന്നുള്ള കാര്യം കോടതിയെ അറിയിക്കുകയും തുടർന്ന് അടുത്ത ദിവസം തന്നെ സമ്പൂർണ്ണ സമരത്തിലേക്ക് ഇറങ്ങാനാണ് സംഘടന തീരുമാനിച്ചിട്ടുള്ളത്. കോടതി അനുകൂലമായ ഉത്തരവ് നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം കോടതി പറഞ്ഞിട്ട് നമ്മോട് കാത്തിരിക്കാൻ പറഞ്ഞൊരു ചർച്ചയ്ക്ക് വഴിയൊരുക്കാൻ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇത്രയും ദിവസം സമരത്തിൽ നിന്ന് മാറുന്നത്. പക്ഷേ കോടതിയുടെ വിധി പോലും, അല്ലെങ്കിൽ കോടതി തീരുമാനങ്ങൾ പോലും തങ്ങൾക്ക് ബാധകമല്ല എന്നുള്ള ഒരു ധാർഷ്ട്യം കേരളത്തിലെ ഇത്തരം ആശുപത്രി മാനേജ്മെൻറ്റ് വെച്ച് പുലർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോടതിയെ ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെ ഞങ്ങൾ ഈ സമരത്തിലേക്ക് ഇറക്കുകയാണെന്ന് അറിയിച്ചുകൊണ്ട് തന്നെ അതിശക്തമായ സമരം 26-ാം തീയതി മുതൽ തുടങ്ങാനാണ് സംഘടന തീരുമാനിച്ചത്. എത്ര ആശുപത്രികളിലാണ്? ഇപ്പോൾ 25ഓളം ആശുപത്രികളാണ് സമരം പുനരാരംഭിക്കാൻ പോകുന്നത്. എന്തായാലും കേരളത്തിലെ 25ഓളം ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റുകളാണ് UNAയുമായി സഹകരിക്കാത്തതെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബാക്കിയുള്ള മാനേജ്മെൻറ്റുകളുമായി UNA കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അവർക്ക് കൃത്യമായ ശമ്പളം അവർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഹോസ്പിറ്റലുകളിൽ ഒന്നും തന്നെ സമരമുണ്ടാവില്ല. ശക്തമായ ഒരു സമരത്തിലേക്ക് പോകുവാനാണ് UNAയുടെ തീരുമാനം. ഈ 25 ഹോസ്പിറ്റലുകളിലെ നഴ്സുമാർ പൂർണ്ണമായും സമരമുഖത്തുണ്ടാകും എന്നാണ് ജാസ്മിൻ ഷാ വ്യക്തമാക്കിയിരിക്കുന്നത്. കൊച്ചിയിൽ നിന്നും R. പിയൂഷ്, മറുനാടൻ മലയാളി.